ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അത് നമ്മുടെ ക്രിസ്മസിനായിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ സ്കിൻ കെയർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സീറോ മോയ്സ്ചറൈസറോ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ മേക്കപ്പിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ സ്കിന്നിനും ഏറ്റവും നല്ലത്. മേക്കപ്പിൻ്റെ നല്ല ബ്ലെൻഡ് ആവാൻ വേണ്ടി ഒരു നന്നായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ക്രീം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ഹിമാലയൻ്റെ മോയ്സ്ചറൈസർ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര എമൗണ്ടിലേക്ക് നമുക്ക് മോയ്സ്ചറൈസർ ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കാരണം വെച്ചാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മേക്കപ്പ് നന്നായിട്ട് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ ക്രീം നമ്മൾ ആദ്യം തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഈ മോയ്സ്ചറൈസർ ക്രീം. അത് നമ്മൾ ഫസ്റ്റ് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മോയ്സ്ചറൈസർ ക്രീം ഇടാൻ നിൽക്കണ്ടൂ. എപ്പോഴും നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം ക്ലീൻ ചെയ്യണമെന്നില്ല. പാറോടിയോ കള്ളപ്പൊടിയോ അതൊക്കെ ഇട്ടിട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ആദ്യം മുഖമൊക്കെ വാഷ് ചെയ്ത് അതിന് ശേഷം ഒരു ചെറിയൊരു നനവോട് കൂടിയാണ് നമ്മുടെ ഈ മോയ്സ്ചറൈസർ ക്രീം ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതിപ്പോൾ ഞാൻ ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസിൻ്റെ, അതുകൊണ്ടാണ് ഈ മോയ്സ്ചറൈസർ ക്രീം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബേബി ക്രീമൊക്കെ ഇപ്പോഴത്തെ പ്രായത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 20 വയസ്സ് അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് എന്തായാലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഭയങ്കര ഹെവി മേക്കപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ടൈം വേണമെങ്കിൽ ഈ മോയ്സ്ചറൈസർ ക്രീം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. വേറെ നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം, ഹെവി ആയിട്ടുള്ള. ഇത് ലൈറ്റ് ഞാൻ കുറച്ച് ടൈം വരെ ഉള്ള മേക്കപ്പിന് വേണ്ടി മാത്രമാണ് ഈ ബേസ് എടുത്തിട്ട് ഞാൻ ഈ മോയ്സ്ചറൈസർ എടുത്തിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ലിപ് ബാം എടുത്തിട്ടുണ്ട്. ഏത് വേണമെങ്കിൽ ലിപ് ബാം എടുക്കാം. അപ്പോൾ ഞാൻ ഇത് വാസ്ലിൻ്റെ ലിപ് ബാമാണ്. ലിപ് ബാമല്ല, വാസിൽ തന്നെയാണ്. അപ്പം എനിക്ക് കുറച്ചൊരു യൂസ് ആയിട്ട് തോന്നിയൊരു സാധനമാണ് കേട്ടോ വാസിലിൻ്റെ. അപ്പോൾ ലിപ്പിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ഒരു കുറച്ച് ടൈം മുന്നേ നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, നല്ല ബ്ലെൻഡായി പോവുകയും ചെയ്യും കേട്ടോ. ഡ്രൈനെസ് അങ്ങനെ തോന്നിക്കില്ല, അതാണ് ഏറ്റവും കൂടുതൽ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു പോൺസിൻ്റെ ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോൺസിൻ്റെ ക്രീമിൽ കുറച്ച് നമ്മുടെ സൺസ്ക്രീനും കൂടി അടങ്ങിയിട്ടുള്ള പോൺസിൻ്റെ ക്രീമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് ഇതുപോലെ ഡോട്ട് ഇട്ടതിന് ശേഷമാണ് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് ഉള്ളവർക്ക് കൈ കൊണ്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ കയ്യിൽ ബ്രഷ് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ ബ്രഷ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ക്രീം നമ്മൾ എത്രത്തോളം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഫിനിഷിങ്ങിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ബേസ് നല്ല കൃത്യമായിട്ട് അടിപൊളിയായിട്ട് നിൽക്കാനും പോകുന്നത് കേട്ടോ. ഇനി ഗൈസ് ഒരു ഫൗണ്ടേഷനും കൂടി നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാക്മിയുടെ ഒരു ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമുക്ക് മേക്കപ്പ് ബേസ് ആക്കിയിട്ടൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ലാക്മിയുടെ എടുത്തിട്ടുള്ളത്. ഇത് ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ഫൗണ്ടേഷനും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര എമൗണ്ട് എടുക്കുക. ഇത് ഞാൻ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര എമൗണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമ്മുടെ സ്കിന്നോട് ചേർന്നിട്ട് ഒന്ന് എടുത്ത് നോക്കാം. നമ്മുടെ ഫൗണ്ടേഷനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടോൺ ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായി ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ലാക്മിയുടെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് ഓക്സിഡൈസ് ആകും. കാരണം വെച്ചാൽ നമ്മുടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എന്താ പറയുക, നമ്മുടെ സ്കിന്നിനോട് ചേരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വേറൊരു കളർ വരും. കളർ കൂടുകയല്ല ചെയ്യുന്നത്, ഒന്ന് കളർ മങ്ങിപ്പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്,
ഒരു പടി ലൈറ്റ് ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തായാലും എൻ്റെ കളറിനെക്കാളും കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ഓക്സിഡൈസ് ആകുമ്പോൾ എൻ്റെ കളറിനോട് ചേർന്നിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത് അത്രയും നല്ലതാണ്. അപ്പോൾ ബ്രഷ് ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ല ബ്ലെൻഡർ എന്ന് വെച്ചാൽ നമ്മുടെ കൈ തന്നെയാണ്. അപ്പോൾ ബ്രഷ് ഉള്ളവർ ബ്രഷ് വെച്ചിട്ട് ചെയ്തോളാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി. പിന്നെ ഈ മേക്കപ്പ് ഇട്ടപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ ഭയങ്കര കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, ഓവറായിട്ട് തോന്നുന്നുണ്ടാകും. അപ്പോൾ പുറത്തുനിന്ന് ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ടൈം. അപ്പോൾ ഇതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു ലിപ്സ്റ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്ലഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബ്ലഷ് ഇടാം. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കണ്ണും കൂടി ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐലൈനർ എടുത്തിട്ടുണ്ട്, ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. നമുക്കൊന്ന് കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാലിട്ട് ചെയ്തിട്ടാണ് ഞാൻ കണ്ണിപ്പം വരഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്കിത് മേക്കപ്പിൻ്റെ ബേസൊന്നും എനിക്കറിയില്ല, എനിക്കറിയാവുന്ന രീതിയിൽ ഇപ്പോൾ ഇട്ടൊരു മേക്കപ്പാണിത്. ഒന്നാമത് ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓവറായിട്ടോ അല്ലെങ്കിൽ ലൈറ്റായിട്ടോ മേക്കപ്പ് തോന്നുന്നുണ്ടാകും. അപ്പോൾ ഞാൻ വെളിച്ചത്ത് നിന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സംഭവം, നോക്കട്ടെ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പ് കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല, ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് വെക്കണം. ഇനി ഒരു പൊട്ടും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ലാക്മിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് റെഡ് ചെറി 21 എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പോൾ നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ അഴിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്ത് കേട്ടോ. ഭയങ്കര ഹെവി അല്ല, കുറച്ച് ലൈറ്റായിട്ടുള്ള മേക്കപ്പും കൂടിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, ഒരു ചെറിയൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ എൻ്റേത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്കാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനലി മേക്കപ്പ് ചെയ്തതിൻ്റെ ലുക്ക്. ഞാൻ റൂമിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര വെളിച്ചത്തിലൊന്നും കാണാത്തത്. നിങ്ങൾ ശരിക്കും ഭയങ്കര ഓവറായിട്ട് മേക്കപ്പ് ചെയ്തതാണോ, ചിലപ്പോൾ നിങ്ങൾ ലൈറ്റായിട്ടാണോ ഒരു കുളമായ പോലെ ആയിരിക്കുമല്ലോ ഉണ്ടാകുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ രീതിയിൽ ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ് ഇത്. ഇപ്പോൾ ചെറുതായി ഒരു കുളമൊക്കെ ആയിട്ടുണ്ടാവും, എന്നാലും നമ്മൾ ചെയ്യുന്ന മേക്കപ്പിൽ ഒന്ന് പെർഫെക്ഷൻ ആക്കാമെന്ന് വെച്ചാൽ അതാണ് ആദ്യം നമ്മളൊന്ന് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ലുക്കാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോ കുറച്ച് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.